നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് അഭിമാനമാണ്. നമ്മുടെ 26 പേരുടെ ജീവൻ എടുത്തതിന് പാകിസ്ഥാനിൽ കയറി മറുപടി കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിൽ എല്ലാവരും കാത്തിരുന്നത്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തൊക്കെ വ്യോമസേനയുടെ വൻ പ്രഹരമാണ് പാകിസ്ഥാൻ ഏറ്റത്. അപ്പോഴൊക്കെയും എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അതായത് നാവികസേന യുദ്ധത്തിൽ ഇറങ്ങുമോ എന്നുള്ളത്. INS വിക്രാന്തിനെ ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്ന നിമിഷവും ഒക്കെയായിരുന്നു. കറാച്ചി തകർത്തെറിയാൻ INS വിക്രാന്ത് ഇറങ്ങും എന്നുള്ള വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് INS വിക്രാന്ത് ഇറങ്ങി കറാച്ചി തീരത്തേക്ക് അടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നുവെങ്കിലും പിന്നീട് അത് നിഷേധിച്ചിരുന്നു നാവികസേന. കാരണം INS വിക്രാന്ത് യുദ്ധത്തിൽ പങ്കാളിയായില്ല എന്ന് നാവികസേന തന്നെയാണ് വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ നാവികസേന മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് പലതവണ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിനുള്ള നിർദ്ദേശം ലഭിച്ചു എന്നായിരുന്നു ഇപ്പോൾ നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ മിസൈൽ ആക്രമണത്തിനും നാവികസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നതായി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആക്രമണത്തിനുള്ള അവസാന നിർദ്ദേശം നാവികസേനയ്ക്ക് ലഭിച്ചതുമില്ല. പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള തയ്യാറെടുപ്പുകളും നാവികസേന നടത്തിയിരുന്നു. പാക് നാവികസേനയുടെ കപ്പലുകളും തുറമുഖങ്ങളിലെ അന്തർവാഹിനികളും ലക്ഷ്യത്തിൽ ഉൾപ്പെട്ടു. സമ്പൂർണമായ ആക്രമണത്തിന് തൊട്ടടുത്തായിരുന്നു ഇന്ത്യൻ നാവികസേനയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കറാച്ചിയിലെ പാക് നാവികസേന കപ്പലുകളായിരുന്നു പ്രാഥമിക ലക്ഷ്യത്തിലുണ്ടായിരുന്നത്. അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാവുന്ന ക്ലബ് പരമ്പരയിൽപ്പെട്ട ക്രൂയിസ് മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളും അവസാന നിർദ്ദേശവും കാത്തിരിക്കുകയായിരുന്നു. യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അവസാന തയ്യാറെടുപ്പുകൾ വരെ നടത്തിക്കഴിഞ്ഞിരുന്നു. കപ്പലിൽ നിന്നും കരയിൽ നിന്നും ഒരേ സമയം ആക്രമണം ആരംഭിക്കാനായിരുന്നു പ്ലാൻ. പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളും അന്തർവാഹിനികളും തുറമുഖവും ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ബ്രഹ്മോസ് മിസൈലുകളും അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം തന്നെ സുസജ്ജമായിരുന്നു. നാവികസേനയ്ക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് ലഭിച്ചിരുന്നെങ്കിൽ പാക് യുദ്ധക്കപ്പലുകളടക്കം ലക്ഷ്യത്തിൽപ്പെടുമായിരുന്നു. പാക് യുദ്ധക്കപ്പലുകളേക്കാൾ മേന്മയിൽ ഏറെ മുന്നിലാണ് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ എന്നത് ശ്രദ്ധേയമാണ്. കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന നാവികസേനയുടെ പ്രഹരശേഷി കൂടിയ ആയുധങ്ങളുടെ ലക്ഷ്യം ഭീകര ക്യാമ്പുകളായിരുന്നു. ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ ആക്രമണം സംഭവിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ നാമാവശേഷമാകുമായിരുന്നു. MiG-29K ഫൈറ്റർ ജെറ്റുകളും ആക്രമണത്തിന് സന്നദ്ധമായിരുന്നു. ജെറ്റുകളുടെ ആക്രമണ ലക്ഷ്യവും നിർണയിക്കപ്പെട്ടിരുന്നു. മെയ് 6-7 ദിവസങ്ങളിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ വ്യോമ മിസൈൽ ആക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 9 പാകിസ്ഥാൻ തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു തലങ്ങും വിലങ്ങും ഇന്ത്യ അടിച്ചത്. 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് 26 സാധാരണക്കാർ വെടിയേറ്റു മരിച്ചതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളായ ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ ഭീകര ക്യാമ്പുകളും ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു. അന്ന് വ്യോമസേന എല്ലാ തയ്യാറെടുപ്പുകളോടെയും നിന്നിട്ടും അവസാനം തങ്ങൾക്കുള്ള അനുകൂല മെസ്സേജ് കിട്ടിയില്ല എന്നും കാത്തിരിക്കൂ എന്നുള്ള മെസ്സേജ് ആയിരുന്നു അവസാനം എത്തിയതെന്നും നാവികസേന വെളിപ്പെടുത്തുന്നുണ്ട്. അന്ന് എല്ലാവരും കാത്തിരുന്നത് INS വിക്രാന്ത് ഇറങ്ങുമോ എന്നുള്ളതായിരുന്നു. INS വിക്രാന്ത് ഇറങ്ങിയിരുന്നെങ്കിൽ കറാച്ചി പോർട്ട് ഇന്ന് കാണുമായിരുന്നില്ല. കറാച്ചി പോർട്ട് ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നു. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കറാച്ചി പോർട്ട് വഴിയാണ് ഭീകരർക്ക് വേണ്ട ആയുധങ്ങളും പണവും എല്ലാം എത്തുന്നത്. വ്യോമസേന ഇവിടെയും തലങ്ങും വിലങ്ങും കയറി അടിച്ചിരുന്നു. പക്ഷേ നാവികസേനയ്ക്കാണ് ഒരു അവസരം കിട്ടാതെ പോയത്. എന്നാൽ INS വിക്രാന്ത് ഉൾപ്പെടെ നാവികസേനയുടെ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ നാവികസേന മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വ്യോമസേന ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പാക് പട്ടാള മേധാവിയും ബങ്കറിൽ ഒളിച്ചതാണ്. അതായത് ഇന്ത്യൻ വ്യോമസേനയോട് പോലും സുല്ലിട്ടു പാകിസ്ഥാൻ. അവർക്ക് നാവികസേനയുടെ അടികൂടി താങ്ങാനുള്ള കരുത്തുണ്ടാകില്ല. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴും വാദിച്ചുകൊണ്ട് നടക്കുന്നത് ഇന്ത്യക്ക് തങ്ങളെ തൊടാൻ കഴിഞ്ഞില്ല, തിരിച്ച് ഇന്ത്യക്ക് അതിമാരക പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് ലോകം കണ്ടതാണ്. ഇന്ത്യ അതിശക്തമായിട്ടാണ് കയറിയടിച്ചത്.
ഇത് മാത്രമല്ലല്ലോ, തുടരെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. സിന്ധു നദിയിൽ ആ കരാർ മരവിപ്പിച്ച നടപടി അതേപോലെ നിലനിൽക്കുമെന്നും ആ കരാറിൽ ഒരു പുനർവിചിന്തനത്തിന് പോലും തയ്യാറല്ല എന്നും ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കരാർ പിൻവലിക്കാൻ തയ്യാറല്ല, ഒരു തുള്ളി വെള്ളം സിന്ധുവിൽ നിന്ന് കിട്ടില്ല എന്ന് ഇന്ത്യ കനത്ത മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തിവച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള സാധനങ്ങൾ അടങ്ങിയ 39 പാകിസ്ഥാൻ കണ്ടെയ്നറുകൾ നവി മുംബൈ തുറമുഖത്ത് ഇപ്പോൾ DRI ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. ഏകദേശം 9 കോടിയോളം രൂപ വില വരുന്ന 1115 മെട്രിക് ടൺ സാധനങ്ങളാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടിച്ചെടുത്തത്. നിരോധനം മറികടക്കാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് ആദ്യം എത്തിക്കുകയും അവിടെ നിന്ന് ആ രാജ്യങ്ങളുടെ പേര് രേഖപ്പെടുത്തിയുമാണ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചത്. ഓപ്പറേഷൻ ഡീപ് മാനിഫെസ്റ്റ് എന്ന പേരിലായിരുന്നു പരിശോധന. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ് 2 മുതൽ പാകിസ്ഥാനിൽ നിന്നുള്ള നേരിട്ടോ അല്ലാതെയോ ഉള്ള എല്ലാ ഇറക്കുമതിയും സാധനങ്ങളുടെ ട്രാൻസിറ്റും കേന്ദ്ര സർക്കാർ പൂർണ്ണമായി നിരോധിച്ചിരുന്നു. ഇത് മറികടക്കാനാണ് UAE വഴി സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ വാണിജ്യ ചട്ടങ്ങൾ ലംഘിച്ചാണ് ഇവ കൊണ്ടുവന്നത് എന്ന് ധനകാര്യ മന്ത്രാലയം വിശദീകരിച്ചു. ഇറക്കുമതി ചെയ്ത കമ്പനിയുടെ ഒരു പാർട്ട്ണറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 200% ഇറക്കുമതി ചുങ്കം ചുമത്തിയിരുന്നു. അതിനുശേഷമാണ് പൂർണ്ണ നിരോധനം കൊണ്ടുവന്നത്. കർശന നിരോധനം നിലനിൽക്കുമ്പോഴും ചില സ്ഥാപനങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനും അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ആദ്യം ദുബായിലേക്ക് അയക്കുകയും അവിടെ നിന്ന് കണ്ടെയ്നറുകളും കപ്പലുകളും മാറ്റി പിന്നീട് ഇന്ത്യയിലേക്ക് അയക്കുകയുമായിരുന്നു ഇവരുടെ രീതി. സാധനങ്ങൾ കറാച്ചി തുറമുഖത്ത് നിന്ന് അയച്ചതാണെന്ന് അറിയാതെ ഇരിക്കാൻ രേഖകളിലെല്ലാം ദുബായ് ജബൽ പോർട്ടിൽ നിന്നുള്ളതാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം ഇടപാടുകളുടെ സാമ്പത്തിക കൈമാറ്റം കൂടി കണ്ടെത്തിയാണ് അധികൃതർ ഈ സംഘത്തിന്റെ പ്രവർത്തനം നിരീക്ഷിച്ചതും ഒടുവിൽ 9 കോടിയോളം രൂപയുടെ സാധനങ്ങൾ പിടിച്ചെടുത്തതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.